ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മതി കേട്ടോ. അപ്പോൾ ഈ അടിപൊളി ഇഫ്താർ എഗ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് മുമ്പ് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 സവാള, ചെറിയ സവാളയാണ് കേട്ടോ, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സമയം എടുക്കും ഈ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള വാടി വന്നോളും. സവാള വാടിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവാള ഒന്ന് വാടട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് ഗരം മസാല, അതായത് 1/4 ടീസ്പൂണിലും പകുതി മതി കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചച്ചുവ ഇപ്പോൾ ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മല്ലിയിലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മുട്ട 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുട്ട നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് മൈദയാണ് കേട്ടോ. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മൈദയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണിത്. കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ പാർസൽ ഉണ്ടാക്കുന്നത്, അതായത് ബോക്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 സമൂസ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ടയുടെ പീസും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഷീറ്റിൻ്റെ ഓരോ അറ്റത്തും നമ്മൾ മൈദ പേസ്റ്റ് ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതൊരു ബോക്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ബോക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ മൈദ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചാൽ മതി, അപ്പോൾ ഉള്ളിലോട്ട് എണ്ണയൊന്നും കയറില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയല്ല കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഇനി നമ്മളിത് മുട്ടയിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അതിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്നും ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യാതെയും വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഒരു സ്റ്റേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മുടെ എഗ് ബോക്സ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ചെയ്യാതെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ എല്ലാം ഇനി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം. 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും, അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ എഗ് ബോക്സ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എഗ് ബോക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണല്ലോ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എഗ്ഗ് വെച്ചിട്ടുള്ള സ്നാക്കൊക്കെ ചെയ്തത് കേട്ടോ. എഗ്ഗ് ആകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ സ്നാക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് സമയം ചെരിച്ച് കുത്തനെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാർന്ന് പോയിക്കോളും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടില്ലേ, നല്ല അടിപൊളി ഫില്ലിങ്സ് ആണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ഇഫ്താർ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. Thank you.